ഹലോ, ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അവൽ വിളയിച്ചത് എങ്ങനെ റെഡിയാക്കാം എന്നുള്ളതാണ്. ആദ്യമായി നമുക്ക് 1/2 കിലോ അവൽ ആണ് വേണ്ടത്. ഇത് മട്ട അവലാണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ കാണിക്കാം. വേണ്ടേ, മട്ട അവൽ. ഇത് 1/2 കിലോ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ശർക്കര, ഇതിലത്തെ പീസ് ഒരു 6 പീസ് ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ ചിരകിയത് ഒരു 1.5 മുറി തേങ്ങയാണിത്. നിങ്ങൾക്ക് 2 or 3 തേങ്ങ യൂസ് ചെയ്യാം. എത്ര തേങ്ങ ഇട്ടാലും നല്ല സോഫ്റ്റായിട്ട് വരും അവൽ. പിന്നെ നമ്മുടെ കപ്പലണ്ടി, ചിലർ അണ്ടിപ്പരിപ്പ് ഇടും. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കപ്പലണ്ടിയാണ്. അതിനായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ്. പിന്നെ നമുക്ക് വേണ്ടത് കടലപ്പരിപ്പ്. ഇത് എത്ര ഇട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അവലിന്. പിന്നെ നമുക്ക് വേണ്ടത് എള്ള്, പിന്നെ കുറച്ച് നെയ്യ് വേണം, ഏലക്കാപ്പൊടി വേണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് അവൽ വിളയിച്ചതിന് വേണ്ടത്. പിന്നെ നമുക്ക് ആദ്യം ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. പിന്നെ ഞാൻ ശർക്കര പാനിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കിയെടുക്കുകയാണ്. ഇത് നൂൽ പരുവൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ഉരുകി വന്നാൽ മാത്രം മതി. ഇതായിട്ടിരുന്നൊന്ന് ഉരുകട്ടെ. ഇനി നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം. അടുത്ത നമുക്ക് ഈ അവൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് നേരം ഒന്നും വറക്കരുത്, ഒത്തിരി കട്ടിയായി പോവും. ഒരു 3 minutes വറുത്തെടുക്കണം. അതിന് നമ്മൾ പാത്രത്തിനകത്തോട്ട് കുറച്ച് അവൽ ഇടുക. കുറച്ചായിട്ട് വറുത്തെടുക്കണം. ഇങ്ങനെ കുറച്ച് നേരം നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് ഇങ്ങനെ വറക്കണം. ഒരുപാട് നേരം വറക്കരുത്, ആലോചിക്കണം, അല്ലെങ്കിൽ മൊരിഞ്ഞു പോവും. ശർക്കര പാനിയുടെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണം. നമ്മൾ വെച്ചാൽ ഡാർക്ക് കളറിലുള്ള ശർക്കര വേണം ഇതിനായിട്ട് നമ്മൾ എടുക്കാൻ. എന്നാലേ അവലിനൊരു കറുപ്പ് കളർ കിട്ടത്തുള്ളൂ. കണ്ടോ, വൈറ്റ് കളർ ശർക്കര കിട്ടിയാൽ വെളുത്തിരിക്കും അവൽ വിളച്ചത്. ഇങ്ങനെ ഡാർക്ക് കളറിലെ ശർക്കരയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരും. ആ ഒരു പരുവം മതി ഇതിന്. ഒരുപാട് തിക്കായിട്ട് ആവില്ല, ലൂസായിട്ട് തന്നെ ഇരിക്കണം. ഇടയ്ക്ക് നമ്മുടെ അവലും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി ഇരിക്കുന്ന അവലോടെ പാത്രത്തിനകത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ജസ്റ്റ് ഒരു 2 or 3 minutes മതി. ശർക്കര പാനി ഇവിടെ റെഡിയായി ഇരിപ്പുണ്ട്. കുറച്ച് മൂത്ത് കഴിഞ്ഞിട്ട് നമ്മളിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം. പിന്നെയും ബാക്കിയിരിക്കുന്ന അവൽ നമ്മൾ വറുത്തെടുക്കാം. ചെറിയൊരു മൂപ്പേ വരാവുള്ളൂ, എപ്പോഴും ആലോചിക്കണം. ഇത്രയും മൂപ്പ് മതി. നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ്, നമ്മുടെ ശർക്കര പാനി ഒന്ന് അരിച്ചെടുക്കണം. പൊടിയൊക്കെ കാണും, അതൊന്ന് അരിച്ചെടുക്കണം. വലിയ പൊടിയൊന്നുമില്ല, കണ്ടോ, ഇങ്ങനെ അരിച്ചെടുക്കണം. നല്ല വൃത്തിയായിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. ഇതിലെ വെള്ളമൊക്കെ വറ്റി പോകാൻ വേണ്ടിയിട്ടാണ് വറുത്തെടുക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, എല്ലാം അടിച്ചു പിടിക്കും. വെള്ളം വറ്റുന്നിടം വരെ ഒന്ന് വറക്കണം. തേങ്ങ ഒരു ശകലം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയാണ്. വെള്ളം തന്നെ ഉണ്ടെങ്കിൽ അത് അധികം ദിവസം ഇരിക്കത്തില്ല, ചീത്തയായിപ്പോൾ. ഇനി നമ്മൾ പാനിയാക്കിയ ശർക്കര ഇതിനകത്തോട്ട് ഒഴിക്കണം. ഇളക്കി കൊടുക്കുക നല്ലപോലെ. ഇനി അതിനകത്തേക്ക് നമ്മൾ അവൽ ചേർത്ത് എല്ലാവരും ഒന്ന് മിക്സ് ചെയ്തു നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. തേങ്ങയും ശർക്കരയും അവലും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആവണം. നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യണം. നന്നായി ഇളക്കി ഇങ്ങനെ തല്ലിക്കുത്തി വെക്കണം കുറച്ച് നേരം, ഒരു 5 minutes ഇങ്ങനെ തന്നെ. ഇത് ഇന്ന് ടേസ്റ്റ് കാണത്തില്ല, നാളെ കഴിക്കുമ്പോഴായിരിക്കും ടേസ്റ്റ് കൂടുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു പാനിൽ നെയ്യ് ഒഴിച്ചിട്ട് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് കടലപ്പരിപ്പ് ഇടുക. ഒരു ബ്രൗൺ കളറാവണം. കടലപ്പരിപ്പ് എത്ര ഇട്ടാലും അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും. ബ്രൗൺ കളറാവുന്നത് വരെ ഇങ്ങനെ ഇളക്കുക. ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വന്ന് തുടങ്ങി. നമ്മുടെ കപ്പലണ്ടി ആഡ് ചെയ്യുക, എള്ളും കൂടി ചേർക്കുക.
എല്ലാം കൂടി നെയ്ക്കകത്ത് കിടന്ന് മൂത്ത് വന്നു. നമ്മുടെ കപ്പലണ്ടിയും എരികളും കടലപ്പരിപ്പും എല്ലാം ഒന്ന് ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഈ ഒരു പരുവം മതി. തീ ഓഫ് ചെയ്യുക. ഇനി നമ്മൾ ഇതോടുകൂടി ഈ അവലിനകത്തോട്ട് മിക്സ് ചെയ്യും. അങ്ങനെ ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ അവൽ വിളയിച്ചത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ തല്ലിപ്പൊത്തി വെക്കുക. ഞാൻ പറഞ്ഞ പോലെ ഇന്നൊരു ടേസ്റ്റ് കാണത്തില്ല. നാളെ ആയിരിക്കും ഇതിൻ്റെ എല്ലാം ഈ അവലെ പിടിച്ച് ടേസ്റ്റ് വരുന്നത്. ഇന്ന് തന്നെ വെച്ച് ഇത് അടച്ച് വെക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ഡിഷായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ, സി യു.